വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഇത്രമാത്രം ക്രൂരനാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ? ഇന്ന് പുറത്തു വന്ന ഈ ഓഡിയോ കേട്ടപ്പോൾ ചോദിച്ചു പോകുന്നത് അതാണ്. താൻ കാരണം ഗർഭിണിയായ പെൺകുട്ടി അവളുടെ ബുദ്ധിമുട്ട് പറഞ്ഞ് പൊട്ടിക്കരയുമ്പോൾ നാടകം കളിക്കരുതെന്ന് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒപ്പം അവളെ തെറി വിളിക്കുകയും ചെയ്യുന്നു. ഇത് ആരുടെ പ്ലാനാണ്? എന്റെ പ്ലാനാണോ? എന്റെ പ്ലാനാണോ? ആർക്കാണ് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാനാണോ? അപ്പോഴും ഒരു സങ്കോചവും ഇല്ലാതെ സ്വയം ന്യായീകരിക്കുകയും ചെയ്യുന്നു മാങ്കൂട്ടത്തിൽ. ഇത് തന്നെയല്ലേ നിങ്ങൾ തിരിച്ചും മറിച്ചും കഴിഞ്ഞ് 3 മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പുതിയതായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഇത് തന്നെയാണ് നിങ്ങൾ തിരിച്ചും മറിച്ചും കഴിഞ്ഞ 3 മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിലും ആ പെൺകുട്ടിയും തമ്മിലുള്ള നിർണായകമായ ഓഡിയോയും ഒപ്പം ചാറ്റും പുറത്തു വന്നു. രണ്ട്, ആ പെൺകുട്ടി നിയമ വഴിയിലേക്ക് ഇറങ്ങാൻ ഉറച്ച് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള സൂചന പുറത്തു വരികയാണ്. പെൺകുട്ടി മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ ഒരുങ്ങുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ബാക്കി ഓഡിയോ കൂടി നമുക്ക് കേൾക്കാം. അതിനുശേഷം മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. മനസ്സാക്ഷിയുള്ളവരെയെല്ലാം അകം പുറം പൊള്ളിക്കുന്ന ഓഡിയോയാണ് സത്യത്തിൽ ഇന്ന് പുറത്തു വന്നത്. നിങ്ങൾ തന്നെയല്ലേ എല്ലാം പ്ലാൻ ചെയ്തത്, എന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ആ പെൺകുട്ടി ചോദിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസിന്റെ ഭാവി പ്രതീക്ഷയെന്ന് ഫാൻസുകാർ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന നേതാവിന് ഉത്തരമില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ ഇങ്ങനെ മാറുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ ലാസ്റ്റ് മൊമെന്റിൽ മാറുന്നത്? നിങ്ങൾ എന്തിനാണ് എന്തെങ്കിലും കൊല്ല ചെയ്യുന്നത്? ഇങ്ങനെ എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കല്ലേ ഇതിന് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ആരുടെ സഹായം ഇല്ലാതെ, ഒരു മനുഷ്യന്റെ സഹായം ഇല്ലാതെ ചെയ്തു തരുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയാം, നിങ്ങൾ ഒരുപാട് മാറി. ഇങ്ങനൊന്നും ആയിരുന്നില്ല. പിന്നെ വേണമെന്ന് വാശി പിടിച്ചതാരാ? ഞാനാണോ? വേണ്ടെന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കാണ് വേണം എന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ പ്ലാനിങ് തന്നെ, എന്റെ അല്ലല്ലോ. പ്രഗ്നൻസിയുടെ ആദ്യ മാസത്തിൽ എന്തൊക്കെ ഉണ്ടാകുമെന്ന് തനിക്ക് അറിയാമെന്ന് മാങ്കൂട്ടത്തിൽ പറയുന്നു. ഇയാൾ ആരാണ്? ഗൈനക്കോളജിസ്റ്റോ? എന്താ പറയാ, സ്മെല്ലൊന്നും എനിക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എനിക്കിത് ആരോടും പറയാനും പറ്റുന്നില്ല. നമ്മള് കുറെ പേരെ കണ്ടിട്ടുണ്ടാവും. എനിക്ക് എന്റെ കാര്യം മാത്രമേ എനിക്ക് ആദ്യത്തെ ദിവസം അങ്ങനെയാണോ ഇങ്ങനെയാണോ. ഓഡിയോയ്ക്കൊപ്പം തന്നെ നിർണായകമാണ് പുറത്തു വന്ന ചാറ്റും. അതായത് പെൺകുട്ടി ഗർഭിണിയാകണമെന്ന് മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചു എന്നുള്ളത് ചാറ്റിൽ വ്യക്തമാണ്. താൻ ഗർഭിണിയാകാൻ ഒരുങ്ങിക്കോളൂ, എനിക്ക് നിന്നിലൊരു കുഞ്ഞു വേണം എന്നാണ് ചാറ്റ്. പെൺകുട്ടി വേണ്ട എന്ന് പറഞ്ഞിട്ടും അയാൾ കേൾക്കുന്നില്ല. അതായത് ആ പെൺകുട്ടി വേണ്ട എന്ന് പറഞ്ഞിട്ടും അവളെ വശീകരിച്ച് ഗർഭിണിയാക്കിയ ശേഷം, സ്നേഹം കൊണ്ട് വശീകരിച്ച് ഗർഭിണിയാക്കിയ ശേഷം ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞ ക്രൂരത, അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ജനപ്രതിനിധി കാണിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ ഒരു ഉളുപ്പുമില്ലാതെ നിൽക്കുന്ന മാങ്കൂട്ടത്തിലിനെ ഇന്നും കണ്ടു. പുറത്തു വന്ന ഓഡിയോ അയാൾ നിഷേധിച്ചിട്ടുമില്ല. പകരം ഫാൻസുകാർക്ക് ആഘോഷിക്കാൻ വേണ്ട ഒരു ബൈറ്റ് നൽകി അയാൾ. പയർ എന്ന് ചോദിക്കുമ്പോൾ അരി എന്ന് പറയുന്ന ആ ബൈറ്റ്. ഞാൻ ചോദിച്ചോട്ടെ, അതൊരു ശരിയായ മാധ്യമ രീതിയാണോ? നിങ്ങളൊരു അല്ല, ഞാൻ സഹോദര, ഞാൻ പറയട്ടെ, ക്രൈം അല്ലേ? അപ്പൊ അത് ഓഡിയോ രാഹുലിന്റെ ആണോ എന്നുള്ള ഒറ്റ ചോദ്യമാണ്. കാരണം ഒരു കൊലപാതകമല്ലേ ഈ സംഭവം ചെയ്യുന്നത്. അപ്പൊ അത് BNS 89 പ്രകാരം കേസെടുക്കാവുന്ന ഒരു കുറ്റമല്ലേ? സഹോദര, അങ്ങ് വ്യഗ്രത കാണിക്കണ്ട. നിങ്ങൾ എൻ്റേതാണെന്നും പറഞ്ഞ് നിങ്ങളൊരു വോയിസ് കൊടുക്കുന്നു. ആ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് വിളിച്ചിട്ട്, സാധാരണ മാധ്യമപ്രവർത്തനം അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ഇതിങ്ങനൊരു വോയിസ് ഞങ്ങളുടെ കിട്ടിയിട്ടുണ്ട്, ഈ വോയിസ് നിങ്ങളുടേതാണോ എന്ന് എന്നോട് ചോദിച്ചതിന് ശേഷം നിങ്ങളത് കൊടുക്കുന്നതിനകത്ത് എനിക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഒരു വോയിസ് എൻ്റേതാണെന്നും പറഞ്ഞ് എൻ്റെ ചിത്രം ഉൾപ്പെടെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അത് എന്നോട് എൻ്റേതാണോ എന്ന് ചോദിക്കുന്നതിൻ്റെ ആധികാരിക അല്ല. എല്ലാത്തിനും കാരണം മാധ്യമപ്രവർത്തകരാണ് എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവർത്തിച്ചു പറയുന്നത്. എത്രമാത്രം തൊലിക്കെട്ടിയാണ് ഈ ചെറുപ്പക്കാരന് എന്ന് അറിയാതെ ചിന്തിച്ചു പോവുകയാണ്. പുറത്തു വന്നതിലും ക്രൂരമായ കാര്യങ്ങളാണ് ഇയാൾ ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്നത് എന്ന് ഉറപ്പിക്കുന്ന വാക്കുകളും ആത്മവിശ്വാസവുമാണ് ഇയാൾ പ്രകടിപ്പിക്കുന്നത്. ഞാൻ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ബോധ്യം, ഞാൻ ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമത്തിനെതിരായിട്ട് ഇന്നത്തെ ദിവസം വരെ ഒരു പ്രവൃത്തിയും, ഇതെന്നല്ല, രാജ്യത്തെ നിയമത്തിനെതിരായിട്ട് ഒരു പ്രവൃത്തിയും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഉത്തമമായ ബോധ്യമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ
ഒരിക്കൽ കൂടി പറയുന്നു, ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായി എന്തെങ്കിലും ചെയ്തിട്ടില്ലാത്ത ഒരാളെന്ന നിലയിൽ എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശമുണ്ട്. ആ അന്വേഷണം നടക്കുകയല്ലേ? ഈ ഓഡിയോയും ചാറ്റും നിങ്ങളുടേതല്ല. ആ അന്വേഷണം നടക്കുകയല്ലേ സഹോദര? നിങ്ങൾ ആ വോയിസ് എന്നാ പിന്നെ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇനിയും ചുമക്കേണ്ടതുണ്ടോ എന്ന് കോൺഗ്രസ് പാർട്ടി ഒരിക്കൽ കൂടി ചിന്തിക്കണം. നേരത്തെ തന്നെ ചിന്തിക്കേണ്ട വിഷയമായിരുന്നു അത്. ഇപ്പോൾ പുതിയ ഓഡിയോ പുറത്തു വന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു സ്ഥിരീകരണം, കൂടുതൽ വ്യക്തത കൈവന്ന സാഹചര്യത്തിൽ അതിനെ ഒരിക്കൽ കൂടി ചിന്തിക്കണം. എന്തായാലും പെൺകുട്ടി മുഖ്യമന്ത്രിയെ കാണാൻ ഒരുങ്ങുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലായി വരുന്ന വാർത്ത. അത് ഏറ്റവും ശുഭകരമായ കാര്യമാണ്. കാരണം ഇത്രയും നാൾ പരാതിയില്ല എന്ന ഒറ്റ കാരണത്താലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഇളിച്ചുകൊണ്ട് നടന്നത്. ഇതുവരെ പുറത്തുവിടാത്ത രാഹുൽ മാങ്കൂട്ടത്തിന് കൂടുതൽ കുരുക്കാകുന്ന എല്ലാ തെളിവുകളും പെൺകുട്ടി മുഖ്യമന്ത്രിക്കും അതുവഴി പോലീസിനും കൈമാറും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതുവരെ വല്ലാത്ത ഭയപ്പാടിലായിരുന്നു ആ പെൺകുട്ടി എന്നാണ് അറിയാൻ കഴിയുന്നത്. മാനസികമായി വല്ലാതെ തളർന്നിരുന്നു എന്ന് അവളെ കണ്ട ചില സഹപ്രവർത്തകർ തന്നെ പറഞ്ഞിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായി രംഗത്തു വന്നവർ നേരിട്ട സൈബർ ആക്രമണവും അവളെ വല്ലാതെ പേടിപ്പിച്ചിരുന്നു. മുറിയിൽ അടച്ച് കഴിയുകയായിരുന്നു കുറച്ചുനാൾ ആ പെൺകുട്ടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുതലാണ് അവൾ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചതും സോഷ്യൽ മീഡിയയിൽ വീണ്ടും സജീവമായതും. ഭയം കൊണ്ട് തന്നെയാണ് പെൺകുട്ടി ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി കൊടുക്കാതിരുന്നത് എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. അതിൽ നിന്നെല്ലാം മുക്തയായ യുവതി മുഖ്യമന്ത്രിയെ കണ്ട ശേഷം പോലീസിൽ പരാതി നൽകും എന്നാണ് അറിയുന്നത്. അവസാന നിമിഷത്തെ നീക്കങ്ങളിലൂടെ അതിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ തടയുമോ എന്നതും കണ്ടറിയണം. കാരണം നേരത്തെ തന്നെ യുവതി പോലീസിൽ മൊഴി നൽകാൻ ഒരുങ്ങിയിരുന്നു. എന്നാൽ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിവിധ വഴികളിലൂടെ അതിനെ സ്വാധീനിച്ച്, ആ പെൺകുട്ടിയെ സ്വാധീനിച്ച് വിവിധ വാഗ്ദാനങ്ങൾ നൽകി അതിനെ തടഞ്ഞു എന്നാണ് അന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് ഈ സമയത്ത് ചെയ്തത്? അതായത് പെൺകുട്ടി വാതിലടച്ച് സ്വയം ഒതുങ്ങിക്കൂടി വല്ലാത്ത മാനസികാവസ്ഥയിൽ ഇരുന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് ആ സമയത്ത് ചെയ്തത് എന്നതുകൂടി നമ്മൾ ഓർത്തു നോക്കണം. അയാൾ തനിക്കെതിരെ വന്ന എല്ലാ ആരോപണങ്ങളെയും PR പണി കൊണ്ട് കഴുകിക്കളഞ്ഞ് വീണ്ടും പാലക്കാട് സജീവമായി. മാങ്കൂട്ടത്തിൻ്റെ വീരകൃത്യങ്ങൾ വിവരിക്കുന്ന വീഡിയോകൾ ഓരോ ദിവസവും ചില യൂട്യൂബർമാർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു. ഇതുപോലൊരു നേതാവോ, ഇതുകൊണ്ടാണ് ഇയാളെ തകർക്കാൻ പറ്റാത്തത് എന്നൊക്കെയുള്ള ടൈറ്റിലിട്ടുള്ള PR പണി പൊടി പിടിച്ചു. അതിനിടയ്ക്ക് വീടുകളുടെ മറ്റും താക്കോൽ ദാനത്തിനും സിനിമാ നടിമാരെ കൊണ്ടുവന്ന് അയാളുടെ മറ്റൊരു രീതിയിലുള്ള PR അവിടെ നടന്നു. നടിമാരെ കൊണ്ട് വാതോരാതെ രാഹുലിനെ കുറിച്ചുള്ള മഹത് വചനങ്ങൾ പറയിപ്പിച്ചു. മാത്രമല്ല കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ MLA ആയിട്ട് കൂടി അയാൾ സ്ഥാനാർത്ഥി നിർണയത്തിലും UDFകാരുടെ പത്രികാ സമർപ്പണ പരിപാടികളിലും സജീവമായി പങ്കെടുത്തു. ചില ലോ പോയിന്റുകൾ പറഞ്ഞ് ചില PR യൂട്യൂബർമാരുടെ കയ്യടിയും വാങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യം പുറത്തു വന്ന ഓഡിയോയിൽ തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതാണ് ആ ഓഡിയോ എന്ന് സാമാന്യ ബോധ്യമുള്ള എല്ലാവർക്കും മനസ്സിലായതാണ്. ഒരു നിമിഷം മതി നിന്നെ കൊല്ലാൻ എന്ന് ആ പെൺകുട്ടിയോട് പറഞ്ഞ ആ ഓഡിയോ ഓർക്കണം. ചില കോൺഗ്രസ് ഉന്നത നേതാക്കൾ അന്ന് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ അതൃപ്തി അറിയിച്ചതാണ്. എന്നിട്ടും അയാൾക്ക് ഒരു പോറലും ഏറ്റില്ല. അയാൾ ആ ഒരു പോറലും ഏൽക്കാതെ എന്ന നിലയിൽ കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ നിൽക്കാൻ പറ്റി എന്നത് വല്ലാത്തൊരു കാലത്തിൻ്റെ സൂചനയാണ്. കാരണം പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന കുറേ യൂട്യൂബ് ചാനലുകളും PR പണി ചെയ്യാൻ കുറേ ഫാൻസുകാരും ഈ സൈബർ ആക്രമണം നടത്താൻ കുറച്ചു പേരുമുണ്ട് എങ്കിൽ ആർക്കും ഇവിടെ എന്ത് പോക്രത്തരം കാണിച്ചും നേതാവായി നിൽക്കാമെന്ന അപകടകരമായ സൂചനയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കാലത്ത് കടന്നു പോകുമ്പോൾ നമുക്ക് നൽകുന്നത്. കേരളം ഇതുവരെ കാണാത്ത അധാർമികമായ രാഷ്ട്രീയ മുഖം എന്ന് വേണമെങ്കിലും അതിനെ നമുക്ക് പറയാം. അയാളെ ന്യായീകരിക്കാൻ ഒരു ഗ്രൂപ്പ് തന്നെ നേരിട്ടിറങ്ങുന്ന കാഴ്ചയും രാഷ്ട്രീയ കേരളം കണ്ടതാണ്. ഷമീർ TP എന്ന സൈബർ ഹാൻഡിൽ എഴുതുന്നത് ഇങ്ങനെയാണ്: അമിതമായ ലൈംഗിക ആസക്തി ബാധിച്ച, അതിനുവേണ്ടി സാമൂഹ്യ പ്രവർത്തനം തിരഞ്ഞെടുത്ത ഒരു സെക്സ് മാനിയാക്ക് അല്ലെങ്കിൽ ഒരു സെക്ഷൽ പെവേർട്ട് ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ധാരണയെ കൂടി പൊളിച്ചെഴുതുന്നതാണ് ഇന്ന് പുറത്തു വന്ന വോയിസ് ക്ലിപ്പുകൾ. ഗർഭധാരണം തടയാൻ മുൻകരുതൽ എടുക്കാൻ പറയുന്ന സ്ത്രീയോട് എനിക്കൊരു കുഞ്ഞിനെ വേണമെന്നും നീ ഗർഭിണിയാകണമെന്നുമാണ് അയാൾ ആവശ്യപ്പെടുന്നത്. ഗർഭിണിയായ ശേഷം ദയാരഹിതമായി ഗർഭചിത്രം നടത്താൻ അയാൾ ആവശ്യപ്പെടുന്നു. അവരുടെ മാനസിക നിലയോ ആരോഗ്യമോ പരിഗണിക്കാതെ ക്രൂരമായ വാക്കുകൾ കൊണ്ട് നേരിടുന്നു. ഒരാവർത്തി കൂടി കേൾക്കാൻ കഴിയാത്ത വിധം ആ വോയിസ് ക്ലിപ്പ് ഭയപ്പെടുത്തുകയോ മാനസികമായി നമ്മളെ തകർക്കുകയോ ചെയ്തു. കേരളം കണ്ട ഏറ്റവും മോശം രാഷ്ട്രീയക്കാരനായി ചിത്രീകരിച്ച് അയാളെ ഇനി ചെറുതാക്കരുത്. അയാൾ കേരളം കണ്ട ഏറ്റവും ക്രൂരനായ സൈക്കോപാത്താണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ
ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ ചില നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയ വ്യക്തി കൂടിയാണ് ഷമീർ TP. ഇടത് ചിന്തകൻ പ്രേംകുമാർ എഴുതുന്നത് ഇങ്ങനെയാണ്: മാങ്കൂട്ടത്തിൻ്റെ മോഡസ് ഓപ്പറാൻഡി ഒന്ന് നോക്കൂ. പെൺകുട്ടികളെ കണ്ടെത്തി ഗൂഗിൾ പേ വഴി അടക്കം പ്രണയം നടിക്കുക, വിവാഹം കഴിക്കുമെന്ന് കള്ള വാഗ്ദാനം നൽകുക, കാണാൻ വേണ്ടി അയാൾക്ക് സൗകര്യമുള്ളിടത്തേക്ക് എത്തിക്കുക. അതിനുശേഷം ഈ സൈക്കോപാത്തിന് ക്രൂരമായ 2 വഴികളാണ്. ഒന്നാമത്തെ വഴി, പെൺകുട്ടികൾ അടുത്തെത്തിക്കഴിഞ്ഞാൽ സെക്സിന് നിർബന്ധിക്കുക, കലാപരിപാടി കഴിഞ്ഞാൽ ഭാവം മാറുക, വിവാഹ വാഗ്ദാനം പിൻവലിക്കുക, ബ്ലാക്ക്മെയിൽ ചെയ്യുക, പെൺകുട്ടിയെ കടുത്ത ട്രോമയിലേക്ക് വലിച്ചെറിയുക, അവളുടെ ട്രോമ കണ്ട് ഹൂ കേഴ്സ് എന്ന് പറഞ്ഞ് ചിരിക്കുക, പൗഡർ ഇട്ട് പത്രസമ്മേളനത്തിന് പോവുക. രണ്ടാമത്തെ വഴി, പെൺകുട്ടികൾ അടുത്തെത്തി കഴിഞ്ഞാൽ സ്നേഹപൂർവ്വം സെക്സിലേക്ക് നയിക്കുക, സേഫ്റ്റി മെഷേഴ്സ് വേണ്ടെന്ന് സ്നേഹത്തോടെ വാശി പിടിക്കുക, എനിക്ക് നിന്നിലൊരു കുഞ്ഞു വേണമെന്ന് വിശ്വസിപ്പിക്കുക, ഗർഭിണിയാണെന്നറിഞ്ഞാൽ ആ നിമിഷം തള്ളിപ്പറയുക, കുഞ്ഞിനെ കൊല്ലണമെന്ന് ആവശ്യപ്പെടുക, അല്ലെന്നാൽ നിന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക, അവളുടെയും കുടുംബത്തിൻ്റെയും ട്രോമ കണ്ട് ഹൂ കേഴ്സ് എന്ന് പറഞ്ഞ് ചിരിക്കുക, പൗഡർ ഇട്ട് പത്രസമ്മേളനത്തിന് പോവുക. കേരളം കണ്ട ഏറ്റവും ക്രൂരനായ സെക്ഷൽ സൈക്കോപാത്ത് ആണ് ഇയാൾ എന്ന് പ്രേംകുമാർ പറയുന്നു. കരുതിയിരിക്കുക, അയാൾക്കൊപ്പം നിൽക്കുന്നവരെയും കരുതിയിരിക്കുക എന്നാണ് പ്രേംകുമാർ പറഞ്ഞു വയ്ക്കുന്നത്. പ്രേംകുമാർ അവസാനം പറഞ്ഞത് കൃത്യമായ കാര്യമാണ്. ഇത്തരം മാങ്കൂട്ടത്തിൽമാരെ ന്യായീകരിക്കുന്നവരെയാണ് നമ്മൾ കരുതിയിരിക്കേണ്ടത്. അയാൾക്കെതിരെ വലിയ തെളിവുകൾ പുറത്തു വന്നിട്ടും വീണ്ടും വീണ്ടും അയാൾ സൂപ്പറാണെന്നും അയാൾ സ്മാർട്ടാണെന്നും ന്യായീകരിക്കുന്ന, അയാൾക്കെതിരെ പറയുന്നവരെ എല്ലാം തെറി വിളിക്കുന്ന ഫാൻസുകാർ, ചില വീട്ടമ്മമാർ, ചില പാർട്ടി പ്രവർത്തകകൾ, ഇവരെയൊക്കെയാണ് സത്യത്തിൽ പേടിക്കേണ്ടത്. പുതിയ ഓഡിയോ പുറത്തു വന്നതുകൊണ്ടും യുവതി പെൺകുട്ടിയെ കാണാൻ പോകുന്ന സാഹചര്യത്തിലും ഇനിയെങ്കിലും ഈ വിഷയത്തിൽ നീതിയും നിയമവും നടപ്പാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പുറത്തു വന്ന ഓഡിയോയുടെ ഈ TV ചാനലുകൾ ആ ഓഡിയോ കാണിക്കുമ്പോൾ അതിൻ്റെ താഴെ വന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും. ഈ വീഡിയോയുടെ താഴെയും ഒരുപാട് തെറികൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.